ഇന്ന് ഫെബ്രുവരി 14 ലോകമെമ്പാടുമുള്ള കമിതാക്കൾ പ്രണയദിനം ആഘോഷിക്കുകയാണ്. കൈകളിൽ ചുവന്ന റോസാപ്പൂക്കളുമായി സ്നേഹം പങ്കുവയ്ക്കുന്ന ദിവസം. എന്നാൽ ഭാരതത്തിന് ഓരോ ഇന്ത്യക്കാരനും ഈ ചുവപ്പ് പ്രണയത്തിൻ്റെതല്ല. അത് നമ്മുടെ നെഞ്ചിൽ തറച്ച വലിയൊരു വേദനയുടെയും രാജ്യത്തിനു വേണ്ടി ചിന്തിയ ചോരയുടെയും ചുവപ്പാണ്. പ്രണയദിനത്തിൽ പൂക്കൾ കൈമാറുന്നതിന് മുൻപ് നമ്മൾ ഓർക്കണം മഞ്ഞുമലകൾക്ക് നടുവിൽ ചിതറിത്തെറിച്ച 40 ജവാന്മാരുടെ ജീവത്യാഗത്തെ. പുൽവാമയിൽ വീരമൃത്യു വരിച്ച നമ്മുടെ ധീര സൈനികർക്ക് രാജ്യം വികാരധീനമായ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്ന് പുൽവാമ ദിനം. 2019 രാജ്യത്ത് നടക്കിയ ആ ഭീകരാക്രമണത്തിന് ഇന്ന് 7 വയസ്സ്. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF ജവാന്മാരുടെ വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ചാവേർ ആക്രമണത്തിന്റെ ഓർമ്മകളിൽ രാജ്യം വിതുമ്പുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സൈനികരുടെ ത്യാഗം നമ്മുടെ ബോധമണ്ഡലത്തിൽ എന്നെന്നും ജ്വലിച്ചു നിൽക്കുമെന്നും അത് ഓരോ ഇന്ത്യക്കാരനും കരുത്തു പകരുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭീകരതയെ വേരോടെ പിഴുതെറിയാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആവർത്തിച്ചു. വാർഷികത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രീനഗർ മുതൽ കുൽഗാം വരെ സുരക്ഷാ സേന കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാൻ ലാൽ ചൗക്കിലടക്കം സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. ഒരിക്കൽ കൂടി ആ ദിവസം ഒന്ന് ഓർക്കാം. 2019 ഫെബ്രുവരി 14 ഉച്ചതിരിഞ്ഞ് 3 മണി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെ 78 വാഹനങ്ങളിലായി 2500ഓളം CRPF ജവാന്മാർ സഞ്ചരിക്കുകയായിരുന്നു. അവധി കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ പോകുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ ജയ്ഷെ മുഹമ്മദ് ഭീകരൻ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയത്. നിമിഷങ്ങൾക്കകം എല്ലാം തീഗോളമായി മാറി. 40 ധീര ജവാന്മാരാണ് അന്ന് ജീവൻ വെടിഞ്ഞത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആ സൈനികരുടെ വിയോഗം ഇന്ത്യയെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. എന്നാൽ ഇന്ത്യ കരഞ്ഞിരിക്കുകയായിരുന്നില്ല. നമ്മുടെ ജവാന്മാരുടെ ചോരയ്ക്ക് രാജ്യം കണക്ക് ചോദിച്ചു. ആക്രമണം നടന്ന കൃത്യം 12ാം ദിവസം ഫെബ്രുവരി 26 ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലേക്ക് പറന്നു കയറി ഭീകരരുടെ താവളങ്ങൾ ബോംബിട്ട് തകർത്തു. അന്ന് പാകിസ്ഥാന്റെ F-16 വിമാനത്തെ പിന്തുടർന്ന് വെടിവെച്ചിട്ട വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ ധീരതയും നമ്മൾ കണ്ടു. അടികിട്ടിയാൽ മിണ്ടാതിരിക്കുന്ന ഇന്ത്യ അല്ല എന്നുള്ളതെന്ന് ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുത്തു. ശക്തമായതും സുരക്ഷിതവുമായ ഒരു ഭാരതത്തെ കെട്ടിപ്പടുക്കാനുള്ള ഊർജമാണ് പുൽവാമയിലെ ഓരോ രക്തസാക്ഷിയും നമുക്ക് നൽകുന്നത്. പ്രണയത്തെ ആഘോഷിക്കുമ്പോഴും നമ്മൾ സുരക്ഷിതരായി ഇവിടെ ഇരിക്കുന്നത് അതിർത്തിയിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവൽ നിൽക്കുന്ന ഇത്തരം ധീരന്മാരുടെ രാജ്യത്തിനോടുള്ള പ്രണയം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് മറക്കാതിരിക്കാം. പുൽവാമയിലെ ധീര ജവാന്മാർക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. രാജ്യത്തിന്റെ ബിഗ് സല്യൂട്ട്. ജയ് ഹിന്ദ്.